എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോണു കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഏത് വീഡിയോ ഇടുകയാണെങ്കിലും അതിൻ്റെ കമൻറ്റിൽ വരുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്രയായി വെയിറ്റ് കൂടിയോ കുറഞ്ഞോ, കൂടുകയാണെങ്കിലും കുറവാണെങ്കിലും കുറയുകയാണെങ്കിലൊക്കെ ഞങ്ങളോട് പറയണേ, വെയിറ്റ് നോക്കിയിട്ട് പറയണമെന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് കമൻസ് ഉണ്ട്. സത്യം പറയാലോ എനിക്ക് വെയിറ്റ് നോക്കാൻ പേടിയാവാം കേട്ടോ. കുറേ ദിവസമായിട്ട് തീറ്റയാണ്. തീറ്റ മാത്രമല്ല, ഈ ഓണമൊക്കെ ആകുമ്പോൾ അറിയാലോ നല്ല മധുരമുള്ള പായസവും കാര്യങ്ങളും ഈ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് അതിൻ്റെ മാറ്റം മനസ്സിലാവും. നമ്മളിങ്ങനെ ഡയറ്റൊക്കെ ചെയ്ത് മധുരം കഴിയുന്നതും കൺട്രോൾ ചെയ്തിങ്ങനെ പോകുന്നതിനിടയിൽ നമ്മൾ നന്നായിട്ട് പായസം കുടിച്ചാൽ അറിയാലോ അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം മുതൽ ഒരു വെയിറ്റൊക്കെ നല്ല രീതിയിൽ കൂടിയ ഒരു പ്രതീതി എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് നോക്കിയിട്ട് എനിക്കും അറിയാലോ വെയിറ്റ് നിങ്ങൾക്കും കാണിക്കാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇതും രാവിലെ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഒന്ന് ഓണപ്പൂട്ടൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാണ്. അപ്പോൾ അവളിതാ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എനിക്ക് കരുതി. അപ്പോൾ ഇന്ന് ഫുഡ് തലേ ദിവസം ഞാൻ സൺഡേ കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ്. ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്സും ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിരിയാണി, അതായത് അവളമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഒരാഴ്ചക്കുള്ള ചോറ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നീനുട്ടി വരാത്തില്ല, നീനുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് ഓളും വന്നിട്ടില്ല. ഓളെടുത്ത് ആരെങ്കിലും വേണമല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഫുഡ് കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ കൊടുത്തയച്ചത് കേട്ടോ. ഒരുപാട് നല്ല അത്യാവശ്യം ചോറുണ്ടായിരുന്നു. ഞാൻ നേരെ പിന്നെ തലേ ദിവസം നബിദിനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ചോറുണ്ടായിരുന്നു ഒക്കെ ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എന്തെങ്കിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഇതുമുനാണെങ്കിൽ ബിരിയാണി ആയാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം മുടിയൊക്കെ വാർന്ന് യൂണിഫോമൊക്കെ എന്താ പറയുക എവിടേക്കേ ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് ആകെ തിരക്കായിരുന്നു. പറയുകയാണെങ്കിൽ ഞാൻ 2 ആഴ്ച മുമ്പ് തുടങ്ങിയതാണ് എൻ്റെ എല്ലാ സംഭവങ്ങളും. ഓണത്തിൻ്റെ ആ ഒരു സീസണൊക്കെ തുടങ്ങിയത് മുതൽ ഭക്ഷണം ഒരു കൺട്രോളില്ലാത്ത ഭക്ഷണം, പിന്നെ എക്സസൈസ് ഇല്ല. ഒരു 2-3 ആഴ്ചയായിട്ട് എക്സസൈസ് ഇല്ല കേട്ടോ. അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് എക്സസൈസ് കയറാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ മാമിനോട് പറഞ്ഞു ഈ മാസത്തിൽ നമുക്ക് അടുത്ത മാസം ഞാൻ തുടങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ മൊത്തത്തിൽ ആകെ അലസായിട്ട് നടക്കുകയാണ് ഞാൻ. വെയിറ്റ് ലോസും ഇല്ല, ഡയറ്റും ഇല്ല, എക്സസൈസും ഇല്ല, ഒന്നുമില്ല, തീറ്റ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു മാറ്റം എൻ്റെ ശരീരത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മധുരം ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പിന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ എനിക്കുണ്ട് കേട്ടോ. നമ്മൾ എക്സസൈസ് നിർത്തിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എന്താ പറയുക ബിരിയാണി ചൂടാക്കി. പിന്നെ എന്താ ഇപ്പോൾ ഈ തക്കാളി കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നീനുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം നീനുവിന് ഈ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഓക്ക് ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും കൊടുക്കാൻ വയ്യല്ലോ. പിന്നെ അത് മാത്രമല്ല ഒരു പഴയ ഫുഡല്ലേ, കഴിഞ്ഞ ഇന്നലത്തെ ഫുഡ് ആയതുകൊണ്ട് തന്നെ അതും കൊടുക്കണ്ട, പഴയ ഫുഡൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓക്ക് എന്തെങ്കിലും ഒന്ന് അപ്പം നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി തക്കാളിക്കറി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതുമുതാ ഫുഡൊക്കെ കഴിച്ചു, യൂണിഫോമൊക്കെ മാറ്റി, യൂണിഫോമൊക്കെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് 9 കാണുന്ന സമയം ഇപ്പോൾ കാണാം. ആ ക്ലോക്ക് കണ്ടെങ്കിൽ ആ ക്ലോക്ക് ഏതാ വെച്ചാൽ നബിദിനായിട്ട് പിന്നെ ഇവിടെ നമ്മുടെ മഹലിലല്ല പിന്നെ എല്ലാ വീട്ടിലും ഓരോ ക്ലോക്ക് വിതരണം ഉണ്ടായിരുന്നു. ആ ക്ലോക്കാണ് കേട്ടോ. എൻ്റെ അടുക്കളയിലുള്ള ക്ലോക്ക് നിന്ന് പോയി. ആകെ ടൈമൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ എങ്ങനെയാണ് വെച്ചു. നമുക്ക് സമയം പെട്ടെന്ന് അറിയണമല്ലോ, അടുക്കളയിലാണല്ലോ ശരിക്കും ക്ലോക്ക് വേണ്ടതില്ലേ. അങ്ങനെ ഓള് 9:40 ആയപ്പോൾ ഓള് പോയി, സ്കൂൾക്ക് പോയിട്ട് അവൾ പോയിട്ടതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രയാണ് വെയിറ്റ് നോക്കാം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നുമല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേറെ ഒരു 92 ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് സമാധാനമാണ് വന്നത്. 90.3 പിന്നെ നമ്മളിത് നിർത്തുന്ന സമയത്ത് ഞാൻ 89 87 കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് കൂടി ഒരു 88 എന്നുള്ള 88 പോയിൻ്റ് എന്നുള്ള ആ ഒരു അളവിൽ ഇങ്ങനെ നിൽക്കായിരുന്നു നമ്മുടെ വെയിറ്റ്. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ടില്ല, ഏകദേശം 1-1.5 കിലോനെ കൂടിയിട്ടുള്ളൂ. അത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ മധുരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം മാത്രമാണ് എനിക്ക് ശരീരത്തിൽ തോന്നുന്നത്. വെയിറ്റ് വല്ലാതെ അങ്ങോട്ട് 1 കിലോ 1.5 കിലോനൊക്കെ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ വെയിറ്റ്
വെയിറ്റ് എന്തായി, വെയിറ്റ് ലോസ് തുടർന്ന് പോകുന്നുണ്ടോ, നമ്മൾ വീഡിയോ കണ്ട് നമ്മളോടൊപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എന്താണ് വെയിറ്റ് ലോസ് തുടർന്ന് പോകണമെന്നൊന്നും എനിക്കറിയില്ല. വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇടാത്തതുകൊണ്ട് ഞാനതൊന്നും പ്രത്യേകിച്ച് ചോദിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീപ്ലൈ നമ്മുടെ കമൻറ്റിൽ തരുമെന്ന് വിചാരിക്കണം കേട്ടോ. എന്തായാലും ഇതുമ്പോൾ പോയി വെയിറ്റൊക്കെ നോക്കി ഞാൻ വേഗം കിച്ചണിക്ക് വന്നു. ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്പുമാവും പിന്നെ ബിരിയാണി രണ്ടും കൂടിയാണ് ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുള്ളത്. മൂപ്പർക്ക് ഇഷ്ടമുള്ള കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു, രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ പിന്നെ എന്താ പറയുക, പുറത്ത് ബെല്ലടി കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ നമുക്ക് പിന്നെ ഓർഡർ ചെയ്ത സംഭവം എത്തിയിട്ടുണ്ട്. മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളൂന് ഒരു ടീഷർട്ടും പാൻറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ ഇപ്പോൾ ഡ്രസ്സില്ല. ഒന്ന് ലൂസായി ഒന്നും അവളുടേതല്ലാത്ത ഡ്രസ്സ് വേറെ ആരോടോ ഡ്രസ്സ് ഇടുന്ന പോലെയുള്ളൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു പാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചുണ്ടോ ഈ സോഫയിൽ ഒരു പാക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ടീഷർട്ടും പാൻറ്റാണ് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തുത്തുവിൻ്റെ വകയാണ് കേട്ടോ. കാരണം തുത്തു ബാംഗ്ലൂർ പോയെന്ന്, ഒരു വെക്കേഷന് ബാംഗ്ലൂർ ട്രിപ്പ് പോയെന്ന് ഇതും മൂന്നും നീനൂട്ടിക്കും ടീഷർട്ടും ട്രൗസറോ അങ്ങനത്തെ ഒക്കെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് മോളൂന് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മോളുങ്ങ പറയും ആയിക്കോട്ടെ തുത്തോ, എനിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് തുത്തുവിനെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഒരു ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ തുത്തു പറഞ്ഞു എന്തായാലും ഇപ്പം എനിക്ക് ഡ്രസ്സൊക്കെ ഒന്നും ഇല്ലാത്ത ടൈമല്ലേ, അപ്പം ഞാൻ ഇപ്പം തന്നെ വാങ്ങിത്തരാം. ഇപ്പോൾ എന്താ വെച്ചാൽ വണ്ണം കുറഞ്ഞതുകൊണ്ട് ഡ്രസ്സ് തീരെ എല്ലാം ലൂസായി കിടക്കുകയാണ്. ഒന്നും കറക്റ്റ് പാകത്തിനുള്ള ഇല്ല കേട്ടോ. അവളെ കുറേ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നീനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ടീഷർട്ടൊക്കെ ആണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഓക്കായിട്ടൊരു കറക്റ്റ് ഫിറ്റുള്ള ഡ്രസ്സില്ല. അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് വന്ന് അപ്പോൾ മോളിങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് വന്നത്. അപ്പോൾ അവൾക്ക് അതും ഭയങ്കര സന്തോഷമായി. ഏതായാലും അൺബോക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ഐറൂസിന് വേഗം പാലൊക്കെ കൊടുത്തു. എഴുന്നേറ്റ് വന്നത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ അവന് വേഗം പാൽ കൊടുത്തതിന് ശേഷം ഞാൻ നീനൂട്ടിക്കുള്ള ഫുഡായിട്ടാണ് ഈ പോണത് കേട്ടോ. നീനുവിനും ബിരിയാണി കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പുമാവും എടുത്തിട്ടുണ്ട്, പിന്നെ ഒക്കെ കോഫിയാണ് കേട്ടോ ഇഷ്ടം. കോഫി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് നോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുഖത്തൊക്കെ പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുഖത്താണ് നോക്ക് കൂടുതൽ ആ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. എനിക്ക് മുഖത്ത് എന്താമ്മച്ചി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് സങ്കടമായിരുന്നു. ഒക്കെ 2 ദിവസം കൊണ്ട് മാറും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ സമാധാനിപ്പിച്ച് കുറേ മോട്ടിവേഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അത് അവിടെ ചെന്നിട്ട് ഓൾക്ക് ഞാൻ ഓളോട് കഴിക്കാൻ പറയും, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമെന്ന് പറയുമ്പോൾ പറയും ഉമ്മച്ചി വാരി കൊണ്ടാക്കാൻ അത്രയും ടൈമെങ്കിലും ഉമ്മച്ചിൻ്റെ അടുത്ത് നിൽക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നതാണ്. അപ്പോൾ ഞാൻ ഒക്കെ വാരിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ താഴേക്ക് വന്നപ്പോൾ മോളും ഐറൂസിനെ കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം അങ്ങോട്ട് ഞാൻ മോൾക്ക് കയറുന്നത് കണ്ട ഐറൂസും പിന്നാലെ ഓടിപ്പോരും. അപ്പോൾ ഞാൻ കയറി പോണതും ഇറങ്ങി വരുന്നതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വേഗം വന്ന് ഞാൻ കിച്ചണിൽ ഓരോരോ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യണം. നല്ല മീൻകറി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. മീനാണ് എന്ന് കിട്ടിയത്. പിന്നെ പച്ചവായ്ക്ക ഉണ്ടായിരുന്നു, അത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് ഐറൂസിനെ. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് തൂമിച്ചെടുക്കണം. അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 2-3 മീൻ ഇങ്ങനെ ചെറിയ ഒരു 3-4 പീസാക്കിയിട്ട് നല്ല അത്യാവശ്യം കൂടുതൽ തന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ദോശ ചൂടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ചോറിലേക്കൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് മീൻ കറി അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെച്ചു. പിന്നെ ചോറ് അടുപ്പത്ത് വേവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നീനുവിന് അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അങ്ങനെ കൊണ്ടുവന്നതാണ്. പെട്ടെന്നിട്ട് വൈതനങ്ങ, കോവക്ക, പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിക്കാനുള്ളത് കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളി മീൻ കറിയുടെ സെറ്റായിട്ടുണ്ട്. ഇനി ആ പായക്കപ്പും കറിയും കൂടി തൂമിച്ചാൽ നമ്മുടെ കിച്ചൻ്റെ പരിപാടി അങ്ങനെ തീർന്നു കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ പരിപാടി. അതൊക്കെ ഇങ്ങോട്ട് അടുക്കി പുതുക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പണി. ഒക്കെ ഫ്രിഡ്ജിലേക്കൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ പണികളിങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിലാണ് ഇതും സ്കൂളിട്ട് വന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എത്തി. അപ്പോൾ ഓൾക്കുള്ളത് വിളമ്പി കൊടുത്തു. അപ്പോൾ ഐറൂസിനും കസാല വേണം ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ ഞാൻ അവൻ്റെ കുഞ്ഞി കസാലയൊക്കെ എടുത്ത് കൊടുത്തു, അവൻ്റെ കയ്യിൽ കൊടുത്ത് പോന്നു. ഹാപ്പി. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചതാ. ഇതും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. ഐറൂസിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് വേണ്ടേ പോവാനേ. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ പുറത്ത് അവനെ കാണാതെ ഇറങ്ങിയെങ്കിലും ലാസ്റ്റ് അവനെ കണ്ടു. അവൾ പോണത് കണ്ട് ഭയങ്കര കരച്ചിൽ. ആ വാതിൽക്ക് നിന്ന് കരയണ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം കേട്ടോ. പക്ഷേ ആ വാതിലൊക്കെ ഇട്ട് തുറന്ന ഒരൊറ്റ
ഒറ്റ ഓട്ടാ. പിന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഗേറ്റും കിടന്ന് അങ്ങോട്ട് പോകും, നിൽക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഈ തുറന്ന് കൊടുക്കാത്തത്. നമ്മളെ കൊണ്ടൊന്നും ഇപ്പോൾ പിടിച്ചാൽ കിട്ടൂല, അങ്ങോട്ട് ഓടാണ്. അപ്പം എന്താ പറയുക, ഇങ്ങനെ വാതിലടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, പോണ കണ്ടപ്പോൾ എത്ര സങ്കടമായാലും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ മോള് ഇവിടെ, ഞാൻ അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കണില്ല, ഞാനിത് എനിക്ക് ഇടാൻ ഡ്രസ്സില്ല എന്നും പറഞ്ഞിട്ട് അവളെ വാങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അതാ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഈ ഒരു പാൻറ്റുമാണ് 400 സംതിങ്ങിനാണ് അത് കിട്ടിയത്. മിന്ത്രയിൽ ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയത് നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. മിന്ത്രയിൽ നിന്നാകുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മീഷോയിൽ ഇങ്ങനെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നല്ല ഓഫറിൽ കിട്ടും. പക്ഷേ നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് റെഡി ആവലില്ല. അപ്പോൾ ഇത് മിന്ത്രയിലാകുമ്പോൾ അങ്ങനത്തെ പേടിയില്ല. ഏതായാലും അവൾ കുളിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നപ്പം വേഗം അതെടുത്ത് കൊണ്ടുപോയി കുളിച്ച്, ഓളും കുളിച്ച്, ഐറൂസിനെങ്കിൽ ഞാൻ കുളിപ്പിച്ച് സെറ്റാക്കി. മോളൊക്കെ ഒന്ന് കുളിച്ച് റെഡിയായി. രണ്ടാളും ഉറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ എണ്ണയിച്ച് കുളിപ്പിക്കണത് അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഫുഡൊക്കെ കൊടുത്ത് ഉറങ്ങാൻ പോയി. അപ്പം സമയം ഒരു 3-3:30 ആവും കേട്ടോ ഒരു ഉറങ്ങാനൊക്കെ പോകുമ്പോഴേക്കിന്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടി ആകെ അലങ്കോലമായി കിടക്കുന്ന വീടൊക്കെ ഒന്ന് റെഡിയാക്കുക എന്നുള്ളതാണ്. ഈ ഉച്ച സമയത്താണ് ഇപ്പം ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. മുൻഭാഗം നമ്മൾ എന്തായാലും ഞാൻ വേഗാണ്ട് രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരി തുടച്ചിടും മുൻഭാഗം. അതെനിക്ക് രാവിലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഒരു സമാധാനക്കേടാണ്. പിന്നെയുള്ള എന്താ പറയുക, റൂമുകളും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മോള് കിടക്കുന്ന റൂം എപ്പോഴോ എനിക്കിങ്ങനെ ഐറൂസൊക്കെ ഇല്ലാത്ത സമയം ചെയ്യലാട്ടോ, അടിച്ചു വാരല തുടക്കലൊക്കെ ചെയ്യാറാണ്. പക്ഷേ ബാക്കിയുള്ള ഞങ്ങൾ കിടക്കുന്ന റൂമും പിന്നെ ഹാള് ഈ ഒരു കിച്ചണ് മേശ നമ്മൾ ഫുഡ് കഴിക്കണ അതൊക്കെ പിന്നെ ഐറൂസ് ഉറങ്ങിയിട്ട് വേഗം അങ്ങോട്ട് ക്ലീനാക്കി തുടച്ച് 2-3 പ്രാവശ്യം തുടക്കാനൊക്കെ ഉണ്ടാവും. കാരണം അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എന്താ പറയുക, ആകെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് ചവിട്ടി ഓനെന്നെ അവിടെ തുപ്പും. എന്നിട്ട് ഓനെന്നെ അതുമ്മ കൂടെ ചവിട്ടി സൈക്കിളൊക്കെ ചവിട്ടി പോകും. അങ്ങനെ അവിടെ പറ്റി കിടക്കും. പിന്നെ ഉറങ്ങിയിട്ടാണ് ഞാൻ എല്ലാം അങ്ങോട്ട് 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങോട്ട് തുടച്ചങ്ങോട്ട് നന്നാക്കി എടുക്കലാട്ടോ. അപ്പോൾ ഉണ്ടോ സമയം ഇതുമ്പോൾ സ്കൂളിട്ട് വന്നു, വൈകുന്നേരം സ്കൂളിട്ട് വന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സമയം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഒരു 3:30-3:45 ആ സമയത്താണ് ഐറൂസ് ഉറങ്ങാൻ പോവുക. അപ്പോഴാണ് ഞാൻ ക്ലീൻ ആക്കണത് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ക്ലീനാക്കി വന്ന് പിന്നെ കുറച്ച് പാത്രം കൂടി കിച്ചണിൽ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഓന് ഫുഡ് കഴിച്ചതും ഐറൂസ് ഫുഡ് കഴിച്ചതും പിന്നെ മോള് കഴിച്ചതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വേഗം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ എന്നെ എഴുന്നേൽക്കണേ മുന്നേ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ നീനുട്ടിക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം. ഉച്ചക്ക് ഫുഡ് ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി വീഡിയോ എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കെന്നെ പേടിയാവും. അപ്പോൾ അതൊന്നും അങ്ങനെ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ എല്ലാം എടുക്കണം, ഇന്നത്തെ എൻ്റെ ഡെമോ ലൈഫ് മുഴുവൻ മൊത്തത്തിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിയണില്ല. ഇടയ്ക്ക് ഞാൻ മുകൾക്ക് കയറി പോകും. ഓക്ക് ജ്യൂസ് പിന്നെ നല്ല തണുത്ത സംഭവങ്ങൾ ഫ്രൂട്ട്സൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീനുട്ടിക്ക്. അപ്പോൾ അത് 2 നേരം അത് കൊടുക്കും. കാരക്ക ജ്യൂസ്, മുസമ്പി, പിന്നെ ആപ്പിള്, ഉറുമാമ്പഴം, പിന്നെ എന്താ പറയുക, പിന്നെ ഇളനീരില്ലേ, അത് ഒക്കെ ഇങ്ങനെ മാറിയാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് ജ്യൂസ് അടിച്ച് തണുപ്പിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഓടിപ്പോയി മുകൾക്ക് കയറിപ്പോണ് തൈക്ക് വരുന്നു, മുകളിൽ കയറിപ്പോണ് തൈക്ക് വരും. ഇപ്പോൾ ഫുൾ എക്സസൈസ് ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എക്സസൈസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് മുതൽ ഈ വീഡിയോ എടുക്കണ മുതൽ ഞാൻ എന്താ പറയുക എക്സസൈസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് മുതൽ ഈ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണിത്. ബുധനാഴ്ചയാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ കഴിഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ എക്സസൈസൊക്കെ തിങ്കളാഴ്ച മുതൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നപ്പോഴേക്കും വീണ്ടും പണികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഐറൂസ് പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ മക്കളെ ഇഷ്ടത്തിലിങ്ങനെ നടക്കട്ടെ. നമുക്ക് അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. ഇനി എൻ്റെ അടുത്ത ക്ലീനിങ് ഉറങ്ങിയിട്ടാട്ടോ. ഓന് രാത്രി ഉറങ്ങുകയാണെങ്കിൽ ഒരു 11:30-12 മണി ആ സമയത്താണ് പിന്നെ ഓനെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഞാൻ ഒന്നുകൂടി ഹാളും കിച്ചണും ഒക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടാണ് കിടക്കുക. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഫ്രഷ് ഫീൽ കിട്ടാനും പിന്നെ രാത്രി നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എന്തും സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആരും നമ്മളെ വീട്ടിൽ വന്നാലും എന്തായാലും നമ്മൾ വീട് വൃത്തികേടായി കിടക്കുന്നത് എനിക്ക് രാത്രി അങ്ങനെ വീട് വൃത്തികേടായിട്ട് ഉറങ്ങാനേ കഴിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതപ്പോൾ ഉറങ്ങിയതിന് ശേഷം ഒരു 12 മണിക്കൊക്കെയാണ് പിന്നെ എൻ്റെ ഒരു ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവുക. കിച്ചണൊക്കെ ക്ലീനാക്കി അടിച്ചു വാരി തുടച്ച് മേലൊക്കെ കഴുകിയിട്ടാണ് ഞാൻ കിടക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്ര വരെ എടുത്തിട്ടുള്ളൂ. ബാക്കി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാൻ